ഒന്ന് താഴ്ന്നു കൊടുത്തു കഴിഞ്ഞാൽ ഇവന്റെ തലയിൽ ചവിട്ടി ഡാൻസ് കളിക്കാൻ തീരുമാനിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അപ്പൊ അതേപോലെ തിരിച്ച് ഇവൾ ഒന്ന് താഴ്ന്നു കഴിഞ്ഞാൽ ഇവളുടെ സ്വത്ത് മുഴുവൻ എനിക്ക് അടിച്ചെടുത്ത് ഞാൻ ജീവിക്കാന്ന് കഴിയുന്ന പുരുഷന്മാരുണ്ട്. അപ്പൊ ഇതില് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം, ഞങ്ങൾ കല്യാണം അറിയിച്ചു, ഞങ്ങൾ എല്ലാവരും അറിയിച്ചു തുടങ്ങിയപ്പോ കുഞ്ഞുമോക്ക് ഒരു ഫോൺ കോൾ, ഇവനെ കുറിച്ച് അന്വേഷിച്ചിട്ടാണോ, ഇവൻ ആള് മഹാ മോശമാണ് എന്ന് വളരെ മോശമായിട്ടുള്ള ഒരാളാണ് വിളിച്ചു പറയുന്നത്. ശരി, നീ 10 പ്രാവശ്യം ആലോചിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ. അപ്പൊ അങ്ങനെ വാർണിംഗ് ഒക്കെ. അപ്പൊ അതുപോലെ തന്നെ അവൾക്ക് പഠിപ്പില്ല. അപ്പൊ ഞാൻ എന്റെ അടുത്ത് പറയാം, എന്റെ അടുത്ത് അത് ഒരേ സ്ഥലത്ത് നിന്നാ വരുന്നതെന്നാണ് ഏറ്റവും കോമഡി. നിങ്ങളുടെ വൈബ് കറക്റ്റ് ആവില്ല. അയ്യോ ദിവ്യക്ക് പഠിപ്പൊന്നുമില്ല, എക്സ്പോഷർ ഇല്ല. ക്രിസ്റ്റിന് ഭയങ്കര എക്സ്പോഷർ ഉള്ള ആളാണ്, എഡ്യൂക്കേറ്റഡ് ഞാൻ ആണ്. ചോദിക്കട്ടെ, ഞാൻ കുഞ്ഞുമോളോട് പറഞ്ഞു, നിനക്ക് ഇംഗ്ലീഷ് അറിയാത്ത സ്ഥലത്ത് നിനക്ക് നാവാവാൻ ഞാനുണ്ട്. എനിക്ക് കണ്ണൂർ ഭാഷ അറിയില്ല, അവിടെ നീ എനിക്ക് നാവായിക്കോ, കുഴപ്പമില്ല. എന്റെ അടുത്ത് പറഞ്ഞ എന്താ അറിയാ, ഞാൻ പറഞ്ഞു അത് മീൻസ് അതായിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇംഗ്ലീഷ് നല്ലൊരു കുട്ടിയാണ്, നല്ല സ്വഭാവമാണ്, നല്ല ഭംഗിയുണ്ട്, നല്ല കുട്ടി തന്നെയാണ്. പക്ഷെ ക്രിസ്സിന് കുറച്ചും കൂടി വിദ്യാഭ്യാസം ഇല്ല, ആരെങ്കിലും നോക്കിയാ പോരുന്നു. ക്രിസ് ഉണ്ടായിരുന്ന സമയത്ത് ഇവരൊക്കെ എവിടെ പോയി ചോദിക്കുന്നത്. ഈ കല്യാണത്തിന് മുന്നേ ഈ പറഞ്ഞവരൊക്കെ എവിടെ പോയി?